തിരുവനന്തപുരത്തെ മാജിക് കിച്ചൺ എന്ന പായസ നിർമ്മാണ സ്ഥാപനത്തിലൂടെ പായസപ്രേമികൾക്ക് മധുരം വിളമ്പുന്ന ഷീന ബൈജു ഈ ഓണത്തിന് നമുക്കായി കൈതച്ചക്ക പായസം ഒരുക്കുന്നു. ഓണക്കാലമാണല്ലോ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസം. ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: 2 പൈനാപ്പിൾ വേവിച്ച് മിക്സിയിൽ അരച്ചത്, 100 ഗ്രാം ചവ്വരി വേവിച്ചത്, 750 ഗ്രാം ശർക്കര ഉരുക്കിയത്, 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 സ്പൂൺ ഏലക്ക, 4 സ്പൂൺ നെയ്യ്, 2 തേങ്ങയുടെ പാൽ മിക്സിയിൽ അരച്ച് എടുത്ത 1-ാം പാൽ 1 കപ്പ്, 2-ാം പാൽ 2 കപ്പ്, 3-ാം പാൽ 2 കപ്പ്, 4 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൈനാപ്പിൾ വരണ്ട് വന്നു. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ശർക്കരയിൽ ചവ്വരി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഏലക്ക ചേർക്കാം. നന്നായി വരണ്ട് വരുമ്പോൾ നമുക്ക് 3-ാം പാൽ ഒഴിക്കാം. മൂന്നാം പാൽ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഗ്യാസ് നന്നായിട്ട് കുറയ്ക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഗാർണിഷ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് 100 ഗ്രാം അണ്ടിപ്പരിപ്പ് അതിനകത്തിടുക. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക. എന്നിട്ട് നമ്മൾ ഈ പായസത്തിനകത്തോട്ട് ഇടാം. രുചികരമായ പൈനാപ്പിൾ പായസം തയ്യാറായി.